ഹലോ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നൊത്തോലി മീൻ നുള്ളുന്നതും ചീര തോരനുണ്ട്, ബീൻസും ക്യാബേജും തോരനും അരിഞ്ഞു വെക്കണം, എല്ലാം സെറ്റാക്കണമെന്നാണ് രാവിലത്തെ പരിപാടി. പിന്നെ രാവിലെ ജോലിയെല്ലാം തീർത്തിട്ടാണ് നമ്മൾ കടയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇനി അത് ക്ലീനിങ് ആണ്. കയ്യുറ തോരനുള്ളത്, പാത്രം, നൊത്തോലി മീൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അത് നുള്ളി ഈ പാത്രത്തിലോട്ടാക്കണം. ഫസ്റ്റ് നമുക്ക് ചീരത്തോരൻ അരിയാം. അതൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഭാഗം ഫുള്ള് ചെളിയായിരുന്നു, അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചീര ആയതുകൊണ്ട് അതിന് നമുക്ക് സവാളയൊന്നും അരിയണ്ട. സോ നമുക്കിത് മാത്രം അരിഞ്ഞ് വെച്ചാൽ മതി. ഇതിനുള്ള തേങ്ങയും കൂടി നമുക്ക് തിരികെ വെച്ചാൽ മതി. തേങ്ങ ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. സോ ക്യാരറ്റും ബീൻസും കൂടി അതിലരിഞ്ഞിട്ടാലും മതി. തന്നെ ഇത് രണ്ട് നല്ല കളറല്ലേ. ഈ ക്യാരറ്റും ബീൻസും നല്ല കോംബോ ആണ്. ഓക്കെ, തിരിച്ച് അങ്ങനെ ആക്കി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ട, ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാം. അങ്ങനെ അരിഞ്ഞതിന് ശേഷമുള്ള നമുക്ക് അങ്ങനെ അരിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസസ് ഒക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ക്യാരറ്റ് അരിഞ്ഞു കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ കയ്യറയിപ്പുറത്തോട്ടിടും. പിന്നെ നമ്മൾ ബീൻസ് ഇല്ലേ, ബീൻസ് ഇവിടെ ടോട്ടൽ 4 പേരേ ഉള്ളൂ. സോ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഇത് തന്നെ തോരൻ വെച്ച് നമ്മൾ 2-3 ദിവസം എടുക്കും ഗൈസ്. ഇത്ര എടുക്കും. കുന അരിയും താഴെ മടിയെ ശരിയാണ്. എല്ലാം അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. അന്നത്തെ ആവശ്യത്തിന് വേണ്ടി എടുക്കും. പക്ഷെ ഓൾറെഡി എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെക്കും ഫ്രിഡ്ജിൽ. സവാള ഓക്കെ, നമ്മളെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യണം. നല്ല കളർഫുൾ ആയിട്ടില്ലേ? വാവ്, തോരൻ വെക്കാതെ തന്നെ കൊതി ഊറുന്നു ഗൈസ്. ഇപ്പൊ കീരത്തോരനായി. ക്യാബേജ് ആൻഡ് ക്യാരറ്റ് അല്ല ക്യാബേജ് ഗൈസ്. ചില വീഡിയോസിൽ മീനിനെ ഉപ്പിട്ട് കഴുകണ കാണാം. അതെന്തിനാന്ന് വെച്ചാൽ സ്മെല്ലും എല്ലാം പോകാനായിരിക്കും. കല്ലുപ്പില്ല. സാധാ ഉപ്പിട്ട് കഴുകാവോ? കിട്ടൂല. എന്നിട്ട് വെള്ളം ഒഴിക്കണോ? അതെനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചുമ്മാ ചെയ്യണേ. 2-3 വെള്ളം ഓൾറെഡി കഴുകി. കുറച്ചു നേരം വെച്ചിരിക്കണോ? ഈ മീനില്ലേ ഉപ്പിട്ട് കഴുകണ എന്തിനാണ്? നീ ഉപ്പിട്ടാ? ഓ, അത് പക്ഷെ കല്ലുപ്പല്ലി ഇടണ. ഇതെന്തിനാണ് ഇടണ? സ്മെല്ല് പോവാനാ. അപ്പൊ ഇതായി. നമുക്കിത് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമ്മളെല്ലാം ക്ലീനാക്കി തോരനെല്ലാം അരിഞ്ഞെല്ലാം വൃത്തിയാക്കി കയറി ഗൈസ്. ഓക്കെ, താങ്ക് യു.